നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ, എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് പോവുക. അവിടെ ഒരു വലിയ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ നേരെ ലുലു മോൾ വരെയൊക്കെ ഒന്ന് പോയി കറങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയെങ്കിലും മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് പോയേക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം 3 തൊട്ട് 4 കിലോമീറ്റർ വരെയാണ് മറൈൻ ഡ്രൈവിലേക്കുള്ള ദൂരത്താണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ വന്നത് കൊല്ലം മെമുവില്ല കേട്ടോ. അതായത് കൊല്ലത്തുനിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം കോട്ടയത്ത് വരും. കോട്ടയത്തു നിന്ന് 2:50 ആകുമ്പം എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മളിപ്പം എറണാകുളം മെട്രോ സ്റ്റേഷനിൽ കാണുന്നിരിക്കുക, സൗത്തിലുള്ളത്. മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലേ എറണാകുളം സൗത്ത്. മെട്രോയുടെ ചിഹ്നമൊക്കെ അവിടെ കാണാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ആ കാണുന്നതാണ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടല്ലേ, ഇതാണ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം സൗത്ത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ നമുക്ക് മെട്രോയിൽ കയറിയിട്ട് ഈ പറഞ്ഞ മഹാരാജ് കോളേജിൻ്റെ ഭാഗത്ത് എത്താം. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് വെച്ചിട്ടുണ്ട്, ടിക്കറ്റ് ട്രെയിൻസ് കണ്ടോ. അപ്പോൾ ഈ ചാർട്ടിനകത്ത് കാണുന്നതാണ് ആ റൂട്ടാണ്, ട്രെയിൻ പോകുന്ന റൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം സൗത്തിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ പോകാനുള്ളത് MG റോഡ്, കല്ലൂർ, പാലാരിവട്ടം, ഇടപ്പള്ളി, അങ്ങനെ സ്റ്റേഷൻ പോകുന്നുണ്ട്. നമുക്ക് കൂടെ തൊട്ടടുത്ത് തന്നെ ഈ മഹാരാജ് കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത്, മഹാരാജ് കോളേജ് അവിടെയാണ് പോകുന്നത്. വേണേൽ ബസ്സിന് പോകാമെന്നുള്ളൂ. പിന്നെ ഉച്ചസമയം വേണ്ട വെയിലും ഉള്ളതെ മെട്രോയിൽ കയറി പോകാമെന്ന് വിചാരിച്ചാൽ. ഇവിടെ നീ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ടെർമിനല്ല ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ MG റോഡിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടക്കാൻ കാണും. ഈ നേരത്തെ പറഞ്ഞില്ലേ മഹാരാജിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം 2 സ്റ്റോപ്പ് അപ്പുറത്താണെന്ന് പറഞ്ഞത്. അപ്പം MG റോഡിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, 20 രൂപ. ഇവിടെ ബാഗൊക്കെ സ്കാൻ ചെയ്യണം എയർപോർട്ടിൽ കയറുന്നവർ, എന്നാലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് അതിന് മുകളിൽ കാണിച്ചാൽ മതി, പ്രസ് ചെയ്യേണ്ടത്. ഇനി ഇറങ്ങുമ്പോഴും ഈ ടിക്കറ്റ് തന്നെ വേണം കേട്ടോ. ഈ QR കോഡ് ഉണ്ടല്ലേ, ഇത് സ്കാൻ ചെയ്താലേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചാടി ഇറങ്ങേണ്ടി വരും. അപ്പം പോലീസ് അവിടെ നിൽക്കണം. പടി കയറി പോയേക്കാം, പുറത്ത് ലിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് പടി കയറുന്ന ആരോഗ്യത്തിന് നല്ലതല്ലേ. നമ്മൾ മെട്രോ സ്റ്റേഷനകത്താണേ ട്രെയിൻ നോക്കിയിരിക്കുക. അപ്പോൾ ഈ ഒരു ട്രാക്ക് ഉണ്ടോ, ട്രാക്കിൻ്റെ നടുക്ക് ഒരു ഇതുകൊണ്ട് റെഡ് കളറിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയുണ്ടോ, അത് ഇലക്ട്രിക് ലൈനാട്ടോ, ഹൈ വോൾട്ടേജാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും ഇറങ്ങി മുറിച്ച് കിടക്കരുത് കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കണം, ഹൈക്കോർട്ട് അടുത്തേക്ക്, വൈപ്പിനടുത്തേക്ക്, ആലുവ, കാക്കനാടൊക്കെ വലത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് ഹൈക്കോർട്ടിൻ്റെ ഭാഗത്തേക്കാണ്. റോഡിൽ കൂടെ നടക്കുമ്പോൾ നോക്കി നടക്കണം, ഇതുപോലത്തെ പല കാഴ്ചകളും കാണാം. ഭാഗത്തായിട്ട് വലിയൊരു ചർച്ച കാണാം, സെൻറ്റ് തെരേസസ് മോണസ്ട്രി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കച്ചേരിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ. കടയുടെ ബോർഡിൻ്റെ അടിയിലൊക്കെ എഴുതിയിരിക്കുന്നതാണ് കച്ചേരിപ്പടി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാനർജി റോട്ടിൽ കൂടെയാണ്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് ജിങ്കിൾ ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെഗാ മ്യൂസിക് ഷോസ് ഉണ്ട്, മെഗാ കോമഡി ഷോ ഉണ്ട്, ഫുഡ് സ്റ്റാൾ ഉണ്ട്, ഗ്രാൻഡ് ക്രിസ്മസ് ട്രീ വണ്ടർലാൻഡ്, അങ്ങനെയൊക്കെ ബോർഡുകളൊക്കെ കാണാം. നേരെ എതിരായിട്ട് സെൻറ്റ് ആൽബർട്ട് കോളേജ് ഒഴിക്കുക, സരിത സവിത സംഗീത എന്ന് പറഞ്ഞ തിയേറ്റർ. ഇപ്പോൾ ഷോയെ കാണുന്നിട്ടിരിക്കുന്ന സമയം തോന്നും. ഈ വഴിയുടെ അടുത്തേക്ക് ഇങ്ങനെ ധാരാളം റോഡുകളാണ്. മാർക്കറ്റ് റോഡെന്ന് നിറച്ച് എഴുതിയിട്ടുണ്ട്. ഒരു 2-3 റോഡെങ്കിലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നും മാർക്കറ്റിനകത്തോട്ട് പോകുന്ന റോഡുകളാണ് ഇതല്ല. ഇങ്ങനെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അലങ്കാര വസ്തുക്കളെല്ലാം തൂക്കിട്ടിരിക്കുകയാണ്. ലൈറ്റ്, ബെല്ലുകൾ. മഹാരാജ് കോളേജിൻ്റെ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇത് കുറേ ഇപ്പുറത്ത് കൊണ്ട് ഇറക്കി തന്നെ. നമ്മളെ ആദ്യം ചൂസ് ചെയ്ത സ്റ്റേഷൻ ശരിയായിരുന്നു, അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. MG റോഡെന്ന് പറയുമ്പോൾ കുറേ അപ്പുറത്തോട്ടങ്ങായിപ്പോയി. കുറേ നേരമായി നടന്നിട്ടും എത്തുന്നില്ല. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ കാണാം കൊച്ചിൻ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് എതിർ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചിൻ ഫ്ലവർ ഷോയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്.